വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എത്തിക്കൽ ഹാക്കിങ്ങിനെ കുറിച്ചാണ്. എന്തൊക്കെയാണ് അതിൻ്റെ സ്കോപ്പ്, എങ്ങനെ നമുക്ക് എത്തിക്കൽ ഹാക്കിംഗ് പഠിക്കാം, എന്തൊക്കെയാണ് എത്തിക്കൽ ഹാക്കിങ്ങിൻ്റെ കണ്ടൻറ്റ് എന്നുള്ള കാര്യത്തെക്കുറിച്ച്. സോ നമുക്ക് ആദ്യം വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, എത്തിക്കൽ ഹാക്കിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം, നമുക്ക് അറിഞ്ഞിരിക്കണം എന്നാദ്യം നോക്കാം. ഗൈസ്, മിക്കവാറും കമ്പനീസ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നിങ്ങളോട് പറയും എത്തിക്കൽ ഹാക്കിംഗ് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ല. ഇറ്റ്സ് കംപ്ലീറ്റ്ലി റോങ്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എത്തിക്കൽ ഹാക്കിങ്ങിൽ ശോഭിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് പെർഫോം ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, സോ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന രണ്ട് പാർട്ടായിട്ടാണ്. ഒന്ന്, എന്തൊക്കെയാണ് പ്രീ റിക്വസൈറ്റ്സ് എന്നും രണ്ടാമത്തത് സ്റ്റാർട്ടപ്പ് സർട്ടിഫിക്കേഷൻസും. ഓക്കെ, സോ അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ആദ്യമായിട്ട് നമ്മൾക്ക് പ്രീ റിക്വസൈറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിങ് സിസ്റ്റംസ് ആൻഡ് നെറ്റ്വർക്ക്സ്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നമുക്ക് ഈ ഒരു സ്കില്ലില്ലാതെ നമുക്ക് സൈബർ സെക്യൂരിറ്റിയിൽ ശോഭിക്കാൻ പറ്റുമെന്ന് എൻ്റെ എക്സ്പീരിയൻസിനകത്ത് എനിക്ക് പറയാൻ പറ്റില്ല. കാര്യം ഇറ്റ്സ് മസ്റ്റ്, ഇറ്റ് ഈസ് കമ്പൽസറി. സോ ആദ്യം നെറ്റ്വർക്കിങ്ങിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് മിനിമം നമുക്ക് ഒരു അവെയർനെസ് ഉണ്ടാക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ TCP/IP കുറിച്ച് അവെയർനെസ് ഉണ്ടായിരിക്കണം. നമുക്ക് IPs എന്താണെന്നും IP വേർഷൻ 4 എന്താണെന്നും IP വേർഷൻ 6 എന്താണെന്നുള്ള പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് വേണം. അതെങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള അണ്ടർസ്റ്റാൻഡിങ് കൂടെ വേണം നമുക്ക്. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ OSI ആൻഡ് TCP മോഡൽസ്. ഗൈസ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. OSI TCP മോഡൽസിനെ കുറിച്ച് അറിഞ്ഞില്ലെങ്കിലുള്ള കുഴപ്പം ഏതൊക്കെ ഡിവൈസസ് ഏതൊക്കെ മോഡൽസിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാൻ പറ്റില്ല. സോ അറ്റാക്ക് ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ പെൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇത് പഠിച്ചിരിക്കേണ്ട കാര്യമുണ്ട്. OSIക്കകത്ത് 7 ലെയേഴ്സ് ആണുള്ളത്, TCPക്കകത്ത് 4 ലെയേഴ്സ് ആണുള്ളത്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അത് നമുക്കൊരു സൈബർ സെക്യൂരിറ്റിയിലേക്ക് വരുമ്പോൾ ഒരു മുതൽക്കൂട്ടായിട്ട് മാറും. ഓക്കെ, അടുത്തതായിട്ട് കുറച്ച് സർവീസുകളെ കുറിച്ച് പഠിക്കണം. DNS, DHCP, ഡൊമൈൻ കൺട്രോളർ ആൻഡ് മറ്റുള്ള സർവീസുകളെക്കുറിച്ച് ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇൻഡെപ്ത് ആയിട്ട് അറിയാവുന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ കൂടുതൽ ഗുണം ചെയ്യും നിങ്ങൾക്ക് സൈബർ സെക്യൂരിറ്റിയിൽ ഫർദർ മുന്നോട്ട് പോകാൻ വേണ്ടി. ഓക്കെ, അടുത്തതായിട്ട് വർക്കിംഗ് ഓഫ് ഫയർവാൾസ്, റൗട്ടേഴ്സ്, സ്വിച്ചസ് എക്സെട്ര. ഗൈസ്, ഒരു ഫയർവാളിനെ കുറിച്ചോ റൗട്ടേഴ്സിനെ കുറിച്ചോ നിങ്ങൾ CCNA കംപ്ലീറ്റ് ചെയ്ത് സിസ്കോ റൗട്ടേഴ്സിൻ്റെ ഫുൾ കോൺഫിഗറേഷൻസ് എന്താണെന്ന് പഠിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. പകരം ഇതൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്താണ് റൗട്ടർ, എന്താണ് സ്വിച്ച്, എന്താണ് ഫയർവാൾസ് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ എന്താണ് ഹബ്ബ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതിൻ്റെ ഫങ്ഷൻസൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. സോ ഫയർവാൾസിൻ്റെ നെക്സ്റ്റ് ജെൻ ഫയർവാൾ എന്താണ്, ബേസിക് ഫയർവാൾസ് എന്തൊക്കെയാണ്, എന്തൊക്കെ കൈൻഡ് ഓഫ് ഫയർവാളുകളുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊരു ബേസിക് അവെയർനെസ് ഉണ്ടാക്കി വെക്കുന്നത് വളരെ നല്ലതാണ്. അത് എസെൻഷ്യലാണ്. അടുത്ത പാർട്ട്, വിൻഡോസും ലിനക്സിൻ്റെയും അണ്ടർസ്റ്റാൻഡിങ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഗൈസ്. വിൻഡോസിൻ്റെയും ലിനക്സിൻ്റെയും അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ നമുക്ക് ഒരു പെൻ ടെസ്റ്റിംഗ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സപ്പോസ് നിങ്ങളുടെ കുറേ ടൂൾസ് വെച്ച് നിങ്ങൾ വിൻഡോസിനകത്തേക്ക് കയറിയെന്ന് വിചാരിക്കാം, ഒരു സിസ്റ്റം ഹാക്ക് ചെയ്ത് അകത്തേക്ക് കയറി. വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ള ചോദ്യമുണ്ട്. ഒരു ലിനക്സിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടുത്തതായിട്ട് കുറച്ച് ഇൻഫർമേഷൻസ് അതിനകത്ത് നിന്ന് കളക്ട് ചെയ്യണം. അതല്ലെങ്കിൽ നമുക്ക് ലോഗ്സ് എന്തെങ്കിലും ഡിലീറ്റ് ചെയ്ത് കളയണം. മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളത് എങ്ങനെ ചെയ്യും എന്നുള്ളത് നമുക്കിതിൻ്റെ കുറിച്ചുള്ള അറിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാനും ഫർദർ പോസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ വർക്കുകളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. സോ വിൻഡോസിൻ്റെയും ലിനക്സിൻ്റെയും അണ്ടർസ്റ്റാൻഡിങ് ഈസ് വെരി ക്രൂഷ്യൽ. വയർലെസ് ടെക്നോളജീസ് അണ്ടർസ്റ്റാൻഡിങ്, വൈഫൈ എങ്ങനെ വർക്ക് ചെയ്യുന്നു, ബ്ലൂടൂത്ത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾ ഉണ്ടാക്കുക. അതുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അത് കമ്പൽസറി ഒന്നും ഞാൻ പറയില്ല. മിനിമം വൈഫൈ എന്തൊക്കെയാണ് എൻക്രിപ്ഷൻസ് ഉള്ളതെന്നും എന്തൊക്കെ സ്റ്റാൻഡേർഡ്സാണ് ഉള്ളതെന്നുള്ള അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് വേണം. ഓക്കെ, സോ ഇതാണ് പ്രീ റിക്വസിറ്റ്സ്. ഇതിനെക്കുറിച്ച് നമുക്ക് അടുത്ത പാർട്ടിലേക്ക് പോകാം.
സോ അടുത്ത പാർട്ട് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ലിനക്സ്. നിങ്ങളൊരു വിൻഡോസ് യൂസർ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങളൊരു വിൻഡോസ് അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കാം, കുറേ കാലമായിട്ട് വിൻഡോസ് യൂസ് ചെയ്യുന്ന ആളായിരിക്കും. ലിനക്സ് ഈസ് മസ്റ്റ്. നിങ്ങൾക്ക് ലിനക്സിനെ കുറിച്ച് ഒരു ഇൻഡെപ്ത് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുകയാണെങ്കിൽ അത് നിങ്ങളുടെ സൈബർ സെക്യൂരിറ്റി സ്കില്ലിനെ ബൂസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ കരിയറിനെ എൻഹാൻസ് ചെയ്യാൻ സഹായിക്കും. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എൻ്റെ ഒരു സ്റ്റോറി പറയാം. 2012 വരെ ഞാനൊരു മൈക്രോസോഫ്റ്റ് സർട്ടിഫൈഡ് പേഴ്സൺ ആയിരുന്നു. ഞാൻ എല്ലാ തരത്തിലുള്ള മൈക്രോസോഫ്റ്റിൻ്റെ MCSE, MCSA, MCP 2003, 2008, 2012 സർട്ടിഫിക്കേഷൻ, ഞാനൊരു മൈക്രോസോഫ്റ്റ് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു. ബട്ട് ഞാൻ ഈ ഒരു എത്തിക്കൽ ഹാക്കിങ്ങിലേക്ക് മാറിയ ആ നിമിഷം മുതൽ ഞാൻ മനസ്സിലാക്കി എത്രത്തോളം ലിനക്സ് ഇമ്പോർട്ടൻ്റ് ആണെന്നും അതോടുകൂടി ഞാൻ ലിനക്സ് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ഈ ലിനക്സ് പഠിക്കുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. കുറച്ച് നമ്മുടെ ബേസിക് മനസ്സിലായി കഴിഞ്ഞാൽ ഇത്രയും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേറെ ഉണ്ടാവില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. കാരണം നമുക്ക് ലിനക്സിനെ കുറിച്ച് നമ്മുടെ ധാരണ എന്താണെന്ന് വെച്ചാൽ എല്ലാം കമൻസ് ആണെന്നുള്ളത്. സോ സപ്പോസ് നിങ്ങളൊരു മൈക്രോസോഫ്റ്റ് ഓഫീസ് വിൻഡോസിനകത്ത് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങൾ ഗൂഗിളിനകത്ത് പോകണം. ഗൂഗിളിനകത്ത് പോയിട്ട് നേരെ സെർച്ച് ചെയ്യണം ഓഫീസ് 2016 എന്നോ മറ്റും. അത് സെർച്ച് ചെയ്തിട്ട് മൈക്രോസോഫ്റ്റിൻ്റെ സൈറ്റിൽ പോകണം. അവിടെ നിന്ന് ട്രയൽ വേർഷൻസ് ഡൗൺലോഡ് ചെയ്യണം, ഇൻസ്റ്റാൾ ചെയ്യണം. ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഏത് വേർഷനാണ് വേണ്ടതെന്ന് ചോദിക്കും. 86 ആണോ അല്ലെങ്കിൽ 64 ആണോ ചോദിക്കും. നമ്മളത് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇൻസ്റ്റാളേഷൻ ഒരുപാട് പ്രോസസ്സ്, നെക്സ്റ്റ് എഡിഷൻ, വേണ്ട പാത്തൊക്കെ സെലക്ട് ചെയ്ത് ഇത്തരമൊന്നും ബുദ്ധിമുട്ടുകളില്ലാതെ വിത്ത് നമ്മുടെ കുറച്ച് കമാൻഡ്സ് കൊണ്ട് മാത്രം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ലിനക്സിനകത്ത് ഇത്തരത്തിലുള്ള ഇൻസ്റ്റാളേഷൻ. മറ്റൊരു കാര്യം, മോസ്റ്റ് ഓഫ് ദി സോഫ്റ്റ്വെയർസ് ആർ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് ഇൻ ലിനക്സ്. സോ നമുക്കതൊക്കെ യൂട്ടിലൈസ് ചെയ്യാം. പിന്നെ എന്തുകൊണ്ടാണ് എത്തിക്കൽ ഹാക്കിങ്ങിന് ലിനക്സ് വേണം ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, മിക്കവാറും നമ്മുടെ സ്ക്രിപ്റ്റുകളും അതുപോലുള്ള എത്തിക്കൽ ഹാക്കിങ്ങിന് ഉപയോഗിക്കുന്ന മിക്കവാറും സോഫ്റ്റ്വെയറുകളും ഓപ്പൺ സോഴ്സുകളായിരിക്കും. അപ്പോൾ അത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിനക്സിനെ കുറിച്ച് അറിഞ്ഞേ പറ്റൂ. അടുത്തതായിട്ട് ബേസിക് ബാഷ് സ്ക്രിപ്റ്റിംഗ് ടെക്നിക്സ്. ലിനക്സിൻ്റെ ഷെല്ലാണ് ബാഷ് ഷെല്ല്. ബാഷ് ഷെല്ലിനെ കുറിച്ച് നിങ്ങൾക്കൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള വർക്കുകളൊക്കെ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് അടുത്ത പാർട്ടിലേക്ക് പോകാം. അടുത്തായിട്ട് മൂന്നാമതായിട്ട് നമുക്ക് വേണ്ടത് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുകളെക്കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടാവുക എന്നുള്ളതാണ്. എത്രത്തോളം നമുക്ക് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുകളെക്കുറിച്ച് അറിയാവോ അത്രത്തോളം ബെറ്റർ ആയിരിക്കും. സോ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ബാഷ് സ്ക്രിപ്റ്റിങ്ങിനെ കുറിച്ച് അത്യാവശ്യം ഐഡിയ ഉണ്ടെങ്കിൽ നമുക്കത് സ്മൂത്തായിട്ട് കാര്യങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു nmap സ്കാൻ ഉണ്ട്. എന്ത് ചെയ്യും? കമാൻഡ്സ് യൂസ് ചെയ്യും. nmap -s IP അഡ്രസ്, പോർട്ട് നെയിം, വാട്ടെവർ. സോ ആ ഇത്തരത്തിലൊരു ഒരു കമാൻഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മളത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനൊരു ബാഷ് സ്ക്രിപ്റ്റിലേക്ക് മാറ്റുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ടാസ്കും അതിൻ്റെ റിസൾട്ട് റിഫൈൻ ചെയ്യുന്ന കാര്യമടക്കം ഒരു ബാഷ് സ്ക്രിപ്റ്റിനകത്ത് നമുക്കൊരു സ്ക്രിപ്റ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്കത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. സോ ബാഷ് സ്ക്രിപ്റ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പഠിച്ചിരിക്കുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. പൈത്തോൺ എന്ന് പറയുന്നത് വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജാണ്. ഒരുപാട് കാലമായിട്ട് പൈത്തോൺ നമ്മുടെ ഇൻഡസ്ട്രിയിലുണ്ട്. മിക്കവാറും എല്ലാ തരത്തിലുള്ള സോഷ്യൽ മീഡിയ എൻജിൻസ് ലൈക്ക് ഫേസ്ബുക്ക് ആൻഡ് ഗൂഗിൾ ഇവരൊക്കെ പൈത്തോൺ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്. അവരുടെ വെബ് ടെക്നോളജീസിന് വേണ്ടിയിട്ടും ബാക്ക് എൻഡ്സിന് വേണ്ടിയിട്ടൊക്കെ. സോ പൈത്തോൺ ഈസ് എ വെരി പവർഫുൾ സോഫ്റ്റ്വെയർ. നമുക്ക് സൈബർ സെക്യൂരിറ്റിയിൽ അത് യൂസ് ചെയ്യുന്നു ഓട്ടോമേറ്റ് ചെയ്യാനും എക്സ്പ്ലോയിറ്റ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്. സ്കാനിങ് ഓട്ടോമേറ്റ് ചെയ്യുക, അതുപോലെ ഉള്ള ടാസ്കുകളൊക്കെ വേണ്ടിയിട്ടാണ് പൈത്തോൺ യൂസ് ചെയ്യുന്നത്. സോ അത് പഠിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. ഓക്കെ, എത്തിക്കൽ ഹാക്കിങ്ങിന് മിനിമം ഞാൻ സജസ്റ്റ് ചെയ്യുന്ന 2 സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒന്ന് ബാഷും ഒന്ന് പൈത്തോണുമാണ്. ഓക്കെ,
ഒരു വെബ് ആപ്ലിക്കേഷൻ പെനട്രേഷൻ ടെസ്റ്ററായിട്ട് മാറാനാണ് നിങ്ങളുടെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വെബ് ടെക്നോളജീസിൽ, വെബ് ഡെവലപ്പിംഗ് ടെക്നോളജീസിൽ ഐഡിയ ഉണ്ടെങ്കിൽ PHP, HTML, ജാവ അതുപോലുള്ള കാര്യങ്ങൾ പഠിക്കുന്നത് വളരെ നന്നായിരിക്കും. അതറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വർക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് മാറും. ആൻഡ് മെനി മോർ, ഒരുപാട് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുകളുണ്ട്. നമുക്കതൊന്നും ഈ ഒരു അവസരത്തിൽ എടുത്തിടേണ്ട കാര്യമില്ല. സോ മെയിൻ ഇമ്പോർട്ടൻസ് ബാഷും പൈത്തോണും. നിങ്ങൾ സിസ്റ്റം അഡ്മിൻ ആണെങ്കിൽ നമുക്കറിയാൻ പറ്റും, മിക്കവാറും ആളുകൾക്ക് PHPയോ അതല്ലെങ്കിൽ HTML പോലുള്ള സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുകൾ അറിഞ്ഞോണം നിർബന്ധമൊന്നുമില്ല. സോ നിങ്ങൾ മിനിമം പഠിക്കേണ്ട 2 ലാംഗ്വേജുകൾ എന്ന് പറയുന്നത് ബാഷും പൈത്തോണുമാണ്. അടുത്തതിലേക്ക് പോകാം നമുക്ക്. സർട്ടിഫിക്കേഷൻസ്. ഓക്കെ, ദ ഫസ്റ്റ് സർട്ടിഫിക്കേഷൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സ്റ്റാർട്ടപ്പ് പേഴ്സൺ ആണെങ്കിൽ, നിങ്ങൾക്ക് ഒരു നേരത്തെ പറഞ്ഞ പ്രീ റിക്വസിറ്റ്സ് ഒക്കെ നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ, ഒരു ഫസ്റ്റ് സർട്ടിഫിക്കേഷൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന എപ്പോഴും CEH ആണ്, സർട്ടിഫൈഡ് എത്തിക്കൽ ഹാക്കർ. ഇത് പ്രൊവൈഡ് ചെയ്യുന്ന EC കൗൺസിലാണ്. ഒരു അമേരിക്കൻ ബേസ്ഡ് സെക്യൂരിറ്റി അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് EC കൗൺസിൽ. ഇതിൻ്റെ തലപ്പത്തിരിക്കുന്നത്, അതല്ലെങ്കിൽ ഇങ്ങനൊരു കൺസെപ്റ്റ് ഉണ്ടാക്കിയ ഇന്ത്യക്കാരനായിട്ടുള്ള ജയ് ഭവിഷ്യയാണ്. അദ്ദേഹമാണ് ഇതിൻ്റെ MD എന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കമ്പനിയുടെ ഓണർ എന്ന് പറയാം. സോ ഇന്ത്യ പോലുള്ള രാജ്യത്ത് വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് CEH ആണ്, സർട്ടിഫൈഡ് എത്തിക്കൽ ഹാക്കർ. എൻ്റെ അഭിപ്രായത്തിൽ ഒരു അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു 50,000 to 60,000 ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ സർട്ടിഫിക്കേഷൻ എടുക്കാൻ പറ്റും. അതിലും കുറഞ്ഞ ചിലവിലൊക്കെ അവർ ഓഫേഴ്സ് ഇന്ത്യയിൽ ചെയ്യുന്നുണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനിൽ നോക്കിയാൽ കിട്ടുമായിരിക്കും. ഞാനിവിടെ ഒരു കോഴ്സും പ്രൊമോട്ട് ചെയ്യാൻ വന്നതല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നില്ല. നിങ്ങൾക്കിതിൻ്റെ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്യാൻ പറ്റും എത്രയാണ് എന്താണ് അതിൻ്റെ. ഒരു കാര്യം ഞാൻ പറയാം, ഇത് കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിൽ. കാര്യം ഇത് വളരെ പോപ്പുലറായിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷനാണ്. ഒരു സൈബർ സെക്യൂരിറ്റി ജോബാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ, പ്രൊഫൈലിനകത്ത് CEH എന്ന് പറയുന്ന സർട്ടിഫിക്കേഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ അതൊരു പൊൻതൂവൽ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അടുത്ത സെക്യൂരിറ്റി അല്ലെങ്കിൽ എത്തിക്കൽ ഹാക്കിംഗ് സർട്ടിഫിക്കേഷനാണ് OSCP. ഗൈസ്, ഇറ്റ്സ് അമേസിങ് സർട്ടിഫിക്കേഷൻ. ഒരു അഡ്വാൻസ്ഡ് ലെവലിലുള്ള സർട്ടിഫിക്കേഷനായിട്ടാണ് ഞാനിതിനെ കൺസിഡർ ചെയ്യുന്നത്. സോ കമ്പയർ ടു CEH എപ്പോഴും ഒരു സ്റ്റാർട്ടപ്പ് ലെവലിൽ നിങ്ങൾക്ക് ഒട്ടുമിക്ക കാര്യങ്ങളും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും പഠിക്കാൻ പറ്റുന്ന ഒരു സർട്ടിഫിക്കേഷനാണ് CEH. OSCP കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ലെവലായിട്ടുള്ള എത്തിക്കൽ ഹാക്കേഴ്സിനും കൂടുതൽ നോളജ് തരാനും മറ്റു കാര്യത്തിനും വേണ്ടിയിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷനാണ്. സോ നിങ്ങൾ OSCP എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ബേസ് ലെവലിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് CEHO അതുപോലുള്ള ഏതെങ്കിലും സർട്ടിഫിക്കേഷൻ ചെയ്ത് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയിട്ട് OSCPയിലേക്ക് പോവുകയായിരിക്കും നല്ലത്. അതാണ് എൻ്റെ ഒരു സജഷൻ. ഓക്കെ, OSCP നമ്മുടെ ഒഫൻസീവ് സെക്യൂരിറ്റിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒഫൻസീവ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഇന്ന് കാലി ലിനക്സിൻ്റെ ഡെവലപ്പിംഗ് കൈകാര്യം ചെയ്യുന്നത് ഒഫൻസീവ് സെക്യൂരിറ്റിയാണ്. അവരാണ് ഇന്ന് അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്സും ഡെവലപ്പിംഗ് ഒക്കെ ടേക്കപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ നോക്കുന്നത്. സോ ഇപ്പോൾ കാലി ലിനക്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇവരാണെന്ന് പറയാം. ഓക്കെ, GPEN ഉണ്ട് അടുത്തായിട്ട് സാൻസിൻ്റെ. അതും വൺ ഓഫ് ദി ഫേമസ് സർട്ടിഫിക്കേഷനാണ്. എനിക്കതിനെക്കുറിച്ച് കൂടുതൽ അവയർനെസ് ഇല്ല, എങ്കിലും അതിൻ്റെ ഒരു ബേസിക് ഇതാണ്. ഒരു CH ലെവലിനോട് കടപിടിക്കാൻ അത് ആ ഒരു ലെവലുള്ള ഒരു സർട്ടിഫിക്കേഷനാണ് GPEN. കൂടുതൽ അവയർനെസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. എന്തൊക്കെയാണ് കണ്ടൻറ്റ് എന്നുള്ളത് ഞാൻ ഇതുവരെ ചെക്ക് ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഒരു 3 സർട്ടിഫിക്കേഷനുമാണ് ഇന്ത്യയിൽ പോപ്പുലർ ആയിട്ടുള്ളത്. അതിൽ 2 സർട്ടിഫിക്കേഷൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഒന്ന് CEHഉം ഒന്ന് OSCPയുമാണ്. ഓക്കെ, അടുത്ത പാർട്ടിലേക്ക് പോകാം. നമുക്ക് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടപ്പ് സാലറി എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം. CEH ഒരു സ്റ്റാർട്ടപ്പ് സാലറി എന്ന് പറയുന്ന ആവറേജ് 4 to 5 lakhs ആണ് അപ്രോക്സിമേറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് ഞാൻ പറയുന്ന ഒരു ബ്ലണ്ടറാണെന്ന് നിങ്ങൾക്ക് തോന്നണ്ട. ഇത് ഓൺലൈൻ പേ സ്കെയിലും മറ്റുള്ളതിനകത്തൊക്കെ റിസർച്ച് ചെയ്തിട്ട്
ഒരു ആവറേജ് കണ്ടെത്തിയിട്ട് എടുത്തുള്ളതാണ്. ഇതിൽ കുറവുമായിരിക്കാം കൂടുതലുമായിരിക്കാം. ഇറ്റ് ഡിപ്പെൻസ് ഗൈസ്. നിങ്ങളൊരു സെക്യൂരിറ്റി അനലിസ്റ്റ് ആണെങ്കിൽ ചിലപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ കിട്ടിയെന്നിരിക്കും. ജസ്റ്റ് ഒരു സെക്യൂരിറ്റി കൺസൾട്ടൻ്റ് ആണെങ്കിൽ ചിലപ്പോൾ ഇതിനേക്കാൾ കുറഞ്ഞെന്നിരിക്കും. ഓരോ കമ്പനിക്ക് അനുസരിച്ചും ഇതിൽ വ്യത്യാസം ഉണ്ടാവും എന്നുള്ള എല്ലാവർക്കും അറിയാം. സോ ഇതൊരു ആവറേജ് സാലറിയാണ്. ഇത് എക്സ്പെക്റ്റ് ചെയ്തിട്ട് നിങ്ങൾ പഠിച്ചിട്ട് നാളെ നിങ്ങൾക്ക് ഇത്രയും ഒരു തുകയുള്ള ജോലി കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ വിഷമിക്കേണ്ട അവസ്ഥ വരരുത്. ഞാൻ ജസ്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി പറഞ്ഞെന്ന് മാത്രം. OSCP ആവറേജ് സാലറി എന്ന് പറയുന്നത് 5 to 6 lakhs ആണ്. അതൊരു ആവറേജ് മാത്രമാണ്. 8 to 9 ലക്ഷമൊക്കെയാണ് OSCPക്ക് പറയുന്ന ഇറ്റ്സ് അഡ്വാൻസ്ഡ് ലെവൽ സർട്ടിഫിക്കേഷൻ. സോ ബേസ് ആവറേജ് സാലറി റേഞ്ചാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, മോഡ് ഓഫ് സ്റ്റഡി അടുത്ത പാർട്ട്. നമുക്ക് എങ്ങനെയൊക്കെയാണ് സ്റ്റഡി ചെയ്യാം? സെൽഫ് സ്റ്റഡി ചെയ്യാം. നമുക്ക് പുസ്തകങ്ങൾ വാങ്ങിക്കാം. ഓൺലൈനിൽ ഫ്രീ വീഡിയോസ് അവൈലബിൾ ആണ്. നിങ്ങൾക്കത് യൂട്ടിലൈസ് ചെയ്യാം. നിങ്ങളെ കൊണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ സെൽഫ് സ്റ്റഡി. ആഫ്റ്റർ എ പർട്ടിക്കുലർ പോയിൻ്റ് നമ്മൾ CA ചെയ്തു, സർട്ടിഫിക്കേഷൻ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു ബേസ് ലെവൽ ഉണ്ടാക്കുന്നതുവരെ നിങ്ങൾ ഒരു ഗൈഡഡ് സ്റ്റഡി യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതെൻ്റെ ഒരു സജഷനാണ്. കാര്യം ഒരു ബേസ് ഇല്ലാതെ നിങ്ങൾ കുറേ വീഡിയോസ് അവിടെ നിന്ന് എടുത്ത് കണ്ടു, അതിനുശേഷം നിങ്ങൾ സൈബർ സെക്യൂരിറ്റിയിലേക്ക് ഇറങ്ങാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഫ്രെയിം വർക്ക് ഉണ്ടാവില്ല. എന്താദ്യം ചെയ്യണം, അവസാനം ചെയ്യണം, എങ്ങനെ പോകണം എന്നുള്ള കാര്യങ്ങളും ഇൻഡെപ്തായിട്ട് ഡീറ്റെയിൽ പ്രോപ്പറായിട്ട് കിട്ടിക്കോണമെന്ന് നിർബന്ധമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇനി അതല്ല, നിങ്ങൾക്ക് ഈ പറഞ്ഞ CEH എന്നെ ഓൺലൈനിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. EC കൗൺസിലിൻ്റെ വെബ്സൈറ്റിനകത്ത് കയറിയിട്ട് അവരുടെ ഓൺലൈൻ മീഡിയ ഉണ്ട്, അത് ത്രൂ ചെയ്യാം. എനിക്ക് അത്രത്തോളം കംഫർട്ടബിളായിട്ട് തോന്നിയില്ല ആ ഒരു ഓൺലൈൻ സ്റ്റഡി. കുറേ വീഡിയോസ് 10-40 മണിക്കൂറിൻ്റെ വീഡിയോസ് അവർ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇൻട്രാക്റ്റീവ് അല്ലാത്തതിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, നമുക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരിക്കും. അത് ഇൻട്രാക്ട് ചെയ്ത് അത് സോൾവ് ചെയ്യാൻ ഈ ഒരു മെത്തേഡ് കൊണ്ട് നമുക്ക് പറ്റില്ല. സോ അതാണ് ഓൺലൈൻ സ്റ്റഡി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഗൈസ് അടുത്തത് ഗൈഡഡ് സ്റ്റഡിയാണ്. ഓൺലൈനായിട്ട് പഠിക്കുന്നതും സെൽഫ് സ്റ്റഡിയും ഒക്കെ നിങ്ങൾ കേപ്പബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും സെൽഫ് സ്റ്റഡിയൊക്കെ ചെയ്യാം. ബട്ട് ഞാൻ എപ്പോഴും പറയുക, ഒരു ഗൈഡഡ് സ്റ്റഡി നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇനീഷ്യൽ സ്റ്റേജിൽ എപ്പോഴും നന്നാവുക. കാര്യം ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടായിരിക്കും. അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുടെ ഒരു പ്രസൻസ് നമുക്ക് വേണം, അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് നമുക്ക് വേണം. അപ്പോൾ നിർബന്ധമായിട്ടും നിങ്ങളോട് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് ഒരു ഗൈഡഡ് സ്റ്റഡി ചൂസ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ഫർദർ പ്രൊസീഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ കോഴ്സസും അതുപോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ചില സൈബർ സെക്യൂരിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ കൊടുക്കുന്ന കോഴ്സസ് ഇതുപോലെയാണ്. ആദ്യം അവർ പറയും 20,000 രൂപയ്ക്ക് ഞങ്ങളുടെ ഒരു സ്റ്റാർട്ടപ്പ് കോഴ്സ് ഉണ്ട്. സോ ഗായ്സ്, അത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സൈബർ സെക്യൂരിറ്റിയുടെ ഒരു ബേസിക് പോയിട്ട് ഒരു സൈഡ് പോലും മനസ്സിലാവില്ല. സോ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ CH പോലെ ഒരു കംപ്ലീറ്റ് പാക്കേജ് എടുത്ത് പഠിക്കുക. അത് കംപ്ലീറ്റ് ആയിട്ട്. മറ്റുള്ളത് അവർക്ക് കാശ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ഒരു മണി മേക്കിംഗ് പ്രോസസ്സാണ്. ആദ്യം അവർ പറയും 20,000 രൂപയുടെ നിങ്ങളെ സ്റ്റാർട്ടപ്പ് കോഴ്സ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അഡ്വാൻസ് ലെവലായിട്ടുള്ള കോഴ്സ് ഉണ്ട്, അത് 50,000 രൂപ വരും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഏറ്റവും ഫൈനൽ ലെവലിലെ CH പോലെയുള്ളൊരു കോഴ്സ് ഉണ്ട്, അത് 1.5 ലക്ഷം രൂപ വരും. അപ്പോൾ നിങ്ങൾ ഇത് മൂന്നും കൂടെ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് കിട്ടുള്ളൂ. ഇപ്പോൾ ഒരു ഓഫർ ഉണ്ട്, ഞങ്ങൾക്ക് 2 ലക്ഷം കൊണ്ട് ഇതെല്ലാം കൂടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഓഫറുണ്ട്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചേരാമെന്നൊക്കെ പറയും. സോ ഗായ്സ്, ഇങ്ങനെ പറയുന്ന കമ്പനികൾ നിങ്ങൾ വിശ്വസിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളെപ്പോഴും ചൂസ് ചെയ്യേണ്ട ഒരു കമ്പനി അത് കംപ്ലീറ്റ് ആയിട്ട് ഒരു സൈബർ സെക്യൂരിറ്റിക്കകത്ത് മിനിമം CEHൻ്റെ ഡൊമെയിൻസ് ഇൻക്ലൂഡ് ചെയ്യുന്ന 20 ഡൊമെയിൻസാണ് CEHനകത്തുള്ളത്. അത് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനി, അല്ലെങ്കിൽ 20 ഡൊമെയിൻസ് കവർ ചെയ്യാൻ പറ്റുന്ന ഏകദേശം എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി ഒരു ബേസിക് പെൻ ടെസ്റ്ററായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ, ഇപ്പോൾ പഠിച്ചിറങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബേസിക് പെൻ ടെസ്റ്ററായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത്തരം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മാത്രം പോയിട്ട് നിങ്ങൾ കോഴ്സ് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങളുടെ കാശ് പോവുക എന്നല്ലാതെ മറ്റു ഉപകാരമൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതെൻ്റെ എക്സ്പീരിയൻസ് ആണ്, ഇതെൻ്റെ ഒരു അഡ്വൈസാണ് നിങ്ങൾക്ക്. ഓക്കെ ഗായ്സ്, അത്രയേ ഉള്ളൂ കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ഈ ഒരു സൈബർ സെക്യൂരിറ്റിയെ കുറിച്ച്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കമൻസോ ഉണ്ടെങ്കിൽ എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കുന്നുണ്ട്.
നിങ്ങൾക്ക് എന്നെ വിളിക്കാം, അതല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. എന്നെക്കൊണ്ട് പറ്റുന്നത്രയും കമൻസിനും മറ്റു കാര്യങ്ങൾക്കും ഞാൻ ആൻസർ ചെയ്യുന്നതായിരിക്കും. എനിക്ക് അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ എനിക്കത് റെഫർ ചെയ്യേണ്ടി വരും. അത് റെഫർ ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം. സൈബർ സെക്യൂരിറ്റിയിലാണെങ്കിൽ കുറേ കാര്യങ്ങൾ എനിക്കറിയാവുന്നത് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.